നമസ്കാരം. ആദ്യ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടി വന്നത് $3800 കോടി. ഡിവോഴ്സിലൂടെ ലോക കോടീശ്വരിയായവൾ പകുതി കൊടുത്തത് ജീവകാരുണ്യ പ്രവർത്തനത്തിനും. 61-ാം വയസ്സിൽ $200 കോടി ചെലവിട്ട് രണ്ടാം വിവാഹം, ഒപ്പം ചന്ദ്രനിലേക്കുള്ള ഡെലിവറിക്കുള്ള നീക്കവും. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു വീണ്ടും വാർത്തകളിൽ നിറയുന്ന ജെഫ് ബെസോസിനെ കുറിച്ച്. കോടീശ്വരന്മാരുടെ വിവാഹവും കോടികൾ നഷ്ടപരിഹാരം കൊടുത്തുള്ള പുലിവാൽ ഡിവേഴ്സുമൊക്കെ ഏറെ പരിചയമുള്ള നാടാണ് അമേരിക്ക. ഇപ്പോഴിത് അതുപോലെ ഒരു സെലിബ്രിറ്റി വിവാഹത്തിനു കൂടി സാക്ഷിയാവുകയാണ് ആ നാട്. ആമസോൺ സ്ഥാപകനും ശതകോടീശ്വരനുമായ ജെഫ് ബെസോസും പ്രതിശ്രുത വധു ലോറൻ സാഞ്ചസും തമ്മിലുള്ള വിവാഹം ഇറ്റലിയിലെ വെനീസിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട്. കൃത്യമായ തീയതി പുറത്തെത്തിയിട്ടില്ല എങ്കിലും ജൂൺ മാസത്തിലായിരിക്കും വിവാഹം നടക്കുകയെന്ന് പേജ് 6-നെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2023 മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത്. പക്ഷേ വിവിധ കാരണങ്ങളെ തുടർന്ന് വിവാഹം നീണ്ടുപോവുകയായിരുന്നു. ലോകം വാഴുന്ന ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മുൻനിരയിലുള്ളയാളാണ് ആമസോൺ മുൻ മേധാവി ജെഫ് ബെസോസ് എന്ന ജെഫ്രി പ്രിസ്റ്റൺ ജോർഗൻസൺ. ഏത് ശതകോടീശ്വര പട്ടിക എടുത്താലും ആദ്യത്തെ 5-ൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകും. 2020 വരെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ സാമ്രാജ്യങ്ങളിലൊന്നായ ആമസോണിൻ്റെ ഫൗണ്ടറും മുൻ സിഇഒയും. നിക്ഷേപകൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ബഹിരാകാശ സഞ്ചാരി. ബെസോസിന് വിശേഷണങ്ങളേറെയാണ്. $20,000 കോടി ആസ്തിയാണ് ജെഫ് ബെസോസിനുള്ളത് എന്നാണ് പറയുന്നത്. ജെഫ് ബെസോസിന്റെ ആദ്യ ഭാര്യ മെക്കൻസിയും ചില്ലറക്കാരിയല്ല. ലോകത്തിലെ നമ്പർ 1 ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോമായ ആമസോണിന്റെ വളർച്ചയിൽ ബെസോസിനെ പോലെ വലിയ പങ്ക് വഹിച്ചവർ കൂടിയാണ് അവർ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ബെസോസ് കോമ്പൻസേഷൻ കൊടുത്ത് മുടിയുന്നതോടെ അത് ആമസോണിന്റെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് വരെ സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ബെസോസ് ആവട്ടെ 2021-ൽ ആമസോൺ സിഇഒ സ്ഥാനം ഒഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തന്റെ ബഹിരാകാശ കമ്പനിയായ ബഹിരാകാശ പരിവേഷ സ്ഥാപനമായ ബ്ലൂ ഒറിജിനിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തെവിടേക്കും എന്തും അയച്ചിരുന്ന ബെസോസ് ഇനി ബഹിരാകാശത്തേക്ക് ചരക്ക് കയറ്റി അയക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതിയത്. അതിനിടയിലാണ് ഈ 61-കാരൻ്റെ വിവാഹ വാർത്ത എത്തുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ വിവാഹമാണ് ബെസോസിൻ്റെയും ലോറൻ സാഞ്ചസിൻ്റെതുമെന്ന് അമേരിക്കൻ ഫാഷൻ മാഗസിനുകളിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. ആഗോള മംഗല്യ മാമാങ്കമായിട്ടാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. വിവാഹത്തിനുള്ള അതിഥികൾക്ക് ക്ഷണക്കത്തുകൾ അയച്ചു തുടങ്ങിക്കഴിഞ്ഞു. ജെഫിൻ്റെ $500 മില്യൺ വില മതിക്കുന്ന ആഡംബര നൗകയിൽ ഇറ്റാലിയൻ തീരത്തായിരിക്കും വിവാഹം. ജെഫ് ലോറനെ പ്രപ്പോസ് ചെയ്തതും വിവാഹ നിശ്ചയ പാർട്ടി നടത്തുന്നതും ഇതേയിടത്താണ്. ഇവിടെ വെച്ച് തന്നെ വിവാഹവും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാങ്കേതിക രംഗത്തു നിന്നും സിനിമാ വ്യാപാര മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് അറിയുന്നത്. 2023 ഓഗസ്റ്റിൽ നടന്ന ജെഫ് ലോറൻ വിവാഹ നിശ്ചയത്തിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, സെലിബ്രിറ്റികളായ ഓപ്ര വിൻഫ്രി, ക്രിസ് ജെന്നർ, സൽമ ഹയേഗ്, റോബർട്ട് പാറ്റിസൺ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തിരുന്നു. 2018-ലാണ് ജെഫും ലോറനും ഡേറ്റിംഗ് ആരംഭിച്ചത്. ഒരു കൊല്ലത്തിന് ശേഷം 2019-ലാണ് ഇവർ ബന്ധം പരസ്യമാക്കിയത്. വിവാഹത്തിനായി $600 ദശലക്ഷം, അതായത് ഏകദേശം $5096 കോടി ചെലവഴിക്കുമെന്നായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ വാർത്തകൾ വന്നിരുന്നത്. അത് ജെഫ് ബെസോസ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. സത്യം പുറത്തു വരുന്നതിന് മുമ്പ് നുണ ലോകം ചുറ്റുകയാണെന്നും ബെസോസ് കൂട്ടിച്ചേർത്തു. നിക്ഷേപകൻ വിൽ ആക്മാൻ്റെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ബെസോസ് മറുപടി നൽകിയത്. വാർത്ത വിശ്വസനീയമല്ലെന്നും അതിഥികൾക്ക് ഓരോ വീട് വാങ്ങിക്കൊടുക്കാതെ ഇത്രയും പണം ചെലവാക്കാനാവില്ല എന്നായിരുന്നു ആക്മാൻ്റെ ട്വീറ്റ്. പക്ഷേ $600 മില്യൺ ഇല്ലെങ്കിലും മിനിമം $200 മില്യൺ എങ്കിലും വിവാഹത്തിന് പൊടിയുമെന്നാണ് അറിയുന്നത്. 2018-ലാണ് ജെഫ് ബെസോസും സാഞ്ചസും ഡേറ്റിംഗ് ആരംഭിച്ചത്. 2019-ലാണ് ഇരുവരും പ്രണയവിവരം പുറത്തുവിട്ടത്. ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു 55-കാരിയായ ലോറൻ സാഞ്ചസ്. ഹെലികോപ്റ്റർ പൈലറ്റ് ലൈസൻസും സ്വന്തമായുള്ള സാഞ്ചസ് നേരത്തെ ബ്ലാക്ക് അപ്സ് ഏവിയേഷൻ എന്ന കമ്പനിയുടെ മേധാവിയായിരുന്നു. ഹോളിവുഡ് ഏജന്റായ പാട്രിക് വൈറ്റ്സെലിയെയാണ് സാഞ്ചസ് നേരത്തെ വിവാഹം ചെയ്തത്. ഇരുവർക്കും 2 കുട്ടികളുണ്ട്. നിക്കോ എന്ന പേരുള്ള മറ്റൊരു മകനും സാഞ്ചസിനുണ്ട്. ബെസോസിൻ്റെയും രണ്ടാം വിവാഹമാണിത്. ആദ്യ ഭാര്യയിൽ ബെസോസിന് 3 കുട്ടികളുണ്ട്. ഇതിൽ നിന്ന് പുറത്തു വരാൻ വലിയ നഷ്ടപരിഹാരമാണ് ബെസോസിന് കൊടുക്കേണ്ടി വന്നത്. ആയിരത്തി 1993-ലാണ് ജെഫ് ബെസോസും മെക്കൻസിയും വിവാഹിതരാകുന്നത്. ഇവരുടെ വിവാഹത്തോളം തന്നെ പഴക്കമുണ്ട് ആമസോണിനും. ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ആമസോണിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഇരുവരുടെയും പ്രയത്നമാണ്. 25 വർഷമാണ് ഇവരുടെ ദാമ്പത്യം നീണ്ടുനിന്നത്. വിവാഹമോചിതരാവുന്നവർ പരസ്പര ധാരണയിൽ എത്താനായില്ലെങ്കിൽ സ്വത്ത് തുല്യമായി വീതം വെക്കണമെന്ന വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ് വാഷിംഗ്ടൺ. അതുകൊണ്ട് തന്നെ ബെസോസിന്റെ പാതി സ്വത്ത് പോകുമെന്നും ഇത് ആമസോണിനെ തകർക്കുമെന്നും അക്കാലത്ത് വ്യാപകമായ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. സക്കർബർഗിനെയോ ബിൽ ഗേറ്റ്സിനെ പോലെ ആമസോണിന്റെ മൊത്തം നിയന്ത്രണം ബെസോസിന്റെ കയ്യിലായിരുന്നില്ല.
ആമസോണിന്റെ 79 ദശലക്ഷം ഓഹരികളാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിനാകട്ടെ മൊത്തം ഷെയറുകളിൽ 16% വരും. പൈസയാക്കിയാൽ ഇത് $131 ദശലക്ഷം വരും. ഇതാണ് ബെസോസിനെ ലോകത്തെ ഏറ്റവും വലിയ ധനികനാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആസ്തിയുടെ 95% തന്റെ ആമസോൺ ഓഹരികളിൽ നിന്നാണ്. ഇതിൽ നിന്നായിരിക്കും വിവാഹമോചനത്തിന് കൊടുക്കേണ്ടി വരിക. അതോടെ അത് ആമസോണിനെ ബാധിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം എഴുതി. ഇന്ത്യയിൽ ഒറ്റ നേതാവിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പോലെയാണ് ആമസോണമെന്ന് കാണാം. ബെസോസ് എന്ന ഒറ്റയാൾ പട്ടാളമാണ് കമ്പനിയുടെ സ്ഥിരാകേന്ദ്രം. അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതറിയാൽ കമ്പനിയുടെ കാര്യം അവതാളത്തിലാകും. 2019 1-2 പ്രഭാഷണങ്ങളിൽ ബെസോസ് പറഞ്ഞിരുന്ന കാര്യം ഒരു ദിവസം തന്റെ കമ്പനിയും തകരുമെന്നതായിരുന്നു. ഇതും വലിയ വിവാദത്തിന് അഭ്യൂഹങ്ങൾക്കും ഇടവരുത്തി. വിവാഹമോചന വാർത്ത വന്നപ്പോൾ തന്നെ ആമസോണിന്റെ ഓഹരി മൂല്യം ഇടിഞ്ഞു. ആദ്യം $1 ട്രില്യൺ കമ്പനിയായ ആപ്പിളിന്റെ മൂല്യം ഇടിഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റ് മുന്നിൽ കയറിയിരുന്നു. പിന്നീട് ആമസോൺ മുന്നിൽ കയറി. പക്ഷേ വിവാഹമോചന വാർത്ത പരന്നതോടെ കമ്പനിയുടെ മൂല്യം 1% ഇടിഞ്ഞു. പക്ഷേ ഇതിൽ നിന്നും വളരെ പെട്ടെന്ന് കരകയറാൻ ബെസോസിനും മെക്കൻസിക്കുമായി. തങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ ബെസോസിന്റെ ബിസിനസ് സംരംഭങ്ങളെയും കോടാനുകോടി മനുഷ്യരുടെ ജോലിയെയും ഒന്നും ബാധിക്കരുതെന്നും അവർ ഇരുവരും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിവോഴ്സുകളിൽ ഒന്നാണ് ആമസോൺ മുതലാളിയുടേത്. 2019 മെക്കൻസിക്ക് ബെസോസ് $3,800 കോടി കോമ്പൻസേഷൻ കൊടുത്തത്. അന്നത്തെ തുക വെച്ച് നോക്കുമ്പോൾ 2.6 ലക്ഷം കോടി രൂപ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വിവാഹമോചനവും അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതിയത്. ആമസോൺ കമ്പനിയുടെ 19.7 മില്യൺ ഓഹരിയാണ് ബെസോസ് ഭാര്യയ്ക്ക് കൊടുത്തത്. ഇതോടെ കമ്പനിയുടെ ഓഹരി 4% മെക്കൻസിക്ക് സ്വന്തമായി. വിവാഹമോചനത്തോടെ ബ്ലൂംബർഗിന്റെ കോടീശ്വര പട്ടികയിൽ 22ാം സ്ഥാനവും മെക്കൻസി നേടി. വിവാഹമോചിതരായവർ പരസ്പര ധാരണയിൽ എത്താനായില്ലെങ്കിൽ സ്വത്ത് തുല്യമായി വീതം വെക്കണമെന്ന വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ് വാഷിംഗ്ടൺ. എന്നാൽ മൊത്തം സ്വത്തിന്റെ 25% നൽകാമെന്ന ഉടമ്പടി ഇരുവരും അംഗീകരിക്കുകയായിരുന്നു. മെക്കൻസിക്ക് വേണമെങ്കിൽ കടുംപിടുത്തത്തിൽ ഉറച്ചുനിന്ന് ബെസോസിന് പണി കൊടുത്ത് പാതി സ്വത്ത് അടിച്ചു മാറ്റമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല. തങ്ങൾ തമ്മിലുള്ള പ്രശ്നം ബെസോസ് എന്ന ഗ്ലോബൽ ബ്രാൻഡിന്റെ തകർച്ചയിലേക്ക് നയിക്കരുത് എന്നായിരുന്നു അവരുടെ വാദം. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പന്നനായ യുവതിയായി മാറിയിട്ടും മെക്കൻസിക്ക് ഒട്ടും അഹങ്കാരമുണ്ടായിരുന്നില്ല. തനിക്ക് ലഭിച്ച സമ്പത്തിന്റെ പകുതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കാൻ തീരുമാനിച്ച് അവർ ലോകത്തെ ഞെട്ടിച്ചു. ലോകസമ്പന്നരായ വാരൻ ബഫറ്റും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും ചേർന്ന് 2010 രൂപീകരിച്ച സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്ന ഗിവിംഗ് പ്ലഡ്ജ് എന്ന ക്യാമ്പയിനിലേക്ക് കോടികളാണ് ഇവർ നൽകിയത്. സ്വത്ത് ഭാഗിച്ചതോടെ ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ നിന്ന് ജെഫ് പിന്തള്ളപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അന്നുണ്ടായിരുന്നതിൽ 12% ആസ്തി മാത്രം ശേഷിച്ചാലും ജെഫ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി തുടരുന്നു. അപ്പോഴേക്കും ബെസോസിന്റെ മറ്റ് കമ്പനികളുടെ ഓഹരി വിലയും നന്നായി ഉയർന്നിരുന്നു. പിരിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇന്ത്യൻ ദമ്പതികളെ പോലെയല്ല വിദേശികൾ. ഡിവോഴ്സ് ആയിട്ടും പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്ന ബെസോസും മുൻ ഭാര്യയും. കഴിഞ്ഞ വർഷം മെക്കൻസി വീണ്ടും വിവാഹിതയായപ്പോൾ ആശംസകൾ നേരുകയാണ് ബെസോസ് ചെയ്തത്. മെക്കൻസിയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകൻ ഡാൻ ജെവറ്റാണ് അവരുടെ പുതിയ ഭർത്താവ്. ഡാൻ വളരെ നല്ലയാളാണെന്നും ഇരുവരും വിവാഹിതരായതിൽ സന്തോഷമുണ്ടെന്നുമാണ് ബെസോസ് പ്രതികരിച്ചത്. അതിവിചിത്രമായ ജീവിതകഥയാണ് ബെസോസിൻ്റേത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അയാൾ ലോക കോടീശ്വരനായി വളർന്നത്. അതിദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം. കൗബോയ് സംസ്കാരത്തിന് പേരുകേട്ട ന്യൂ മെക്സിക്കോയിലെ അൽബുർക്കയിലാണ് ബെസോസിൻ്റെ ജനനം. 1964 ജനുവരി 12 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അമ്മ ജാക്ലിൻ, അച്ഛൻ തിയോഡോർ ജോർഗൻസൺ. ജനിക്കുമ്പോൾ ഒരു 17-കാരിയായ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. തൻ്റെ മകനെയും എടുത്താണ് ജാക്ലിൻ സ്കൂളിൽ പിന്നീട് രാത്രി ക്ലാസ്സുകളിൽ പങ്കെടുത്തത്. തിയോഡോർ ജോർഗൻസണുമായി വേർപിരിഞ്ഞതിന് ശേഷം ജെഫ്രിയുടെ 4ാം വയസ്സിലാണ് ജാക്ലിൻ ക്യൂബയിൽ നിന്ന് കുടിയേറിയെത്തിയ മിഖായൽ മൈക്ക് ബെസോസിനെ വിവാഹം ചെയ്തത്. വിവാഹത്തിന് ശേഷം മൈക്ക് ജെഫ്രിയെ തൻ്റെ മകനായി ദത്തെടുത്തു. അങ്ങനെയാണ് ജെഫ്രിയുടെ പേരിനൊപ്പം ബെസോസ് എന്നതും ചേരുന്നത്. ബന്ധങ്ങളെന്നും നൊമ്പരമായ വ്യക്തിയാണ് ബെസോസ്. തൻ്റെ ശരിയായ യഥാർത്ഥ പിതാവ് ജോർഗൻസനുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നില്ല. വളർത്തച്ഛൻ മിഗുലുമായി ജെഫ് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. അധികം വൈകാതെ ഈ രണ്ടാം അച്ഛൻ ജെഫിൻ്റെ ജീവിതത്തിലെ പ്രധാന വ്യക്തിയായി മാറുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം 2012 മകൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ജോർഗൻസൺ അറിയുന്നത്. അതായത് മകനെ ഉപേക്ഷിച്ച് ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം. പത്രപ്രവർത്തകനായ ബ്രാഡ് സ്റ്റോൺ ദ എവറിത്തിങ് സ്റ്റോർ ജെഫ് ബെസോസ് ആൻഡ് ആമസോൺ എന്ന തന്റെ പുസ്തകത്തിനായി ജെഫിനെ പറ്റി ഗവേഷണം നടത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറംലോകം അറിയുന്നത്. ആദ്യം ജോർഗൻസൺ ജെഫിന്റെ പേര് പോലും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ മകന്റെ ഫോട്ടോകൾ കാണിച്ചപ്പോൾ അദ്ദേഹം സ്തംഭിച്ചുപോയി. താനൊരു നല്ല പിതാവോ ഭർത്താവോ അല്ലായിരുന്നുവെന്നും ഇപ്പോൾ അതിൽ പശ്ചാത്താപമുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞതോടെ രണ്ടാനച്ഛൻ മിഗിലുമായി ജെഫ് അകൽച്ച പാലിച്ചിരുന്നു. എന്നാൽ തന്റെ മൂല്യങ്ങളും പ്രവർത്തന നൈതികതയും രൂപപ്പെടുത്തിയതിന് മിഗുൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് ബെസോസ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആമസോണിന്റെ ആദ്യ നാളുകളിൽ മിഗലും ജാക്ലിനും ജെഫിനെ വളരെ പിന്തുണച്ചിരുന്നു. പരാജയപ്പെടാനുള്ള സാധ്യത 70% പലരും വിലയിരുത്തിയിട്ടും ദമ്പതികൾ മകനായി $2,50,000 നിക്ഷേപം കമ്പനിയിൽ നടത്തി.
തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനികളിൽ ഒന്നായി ആമസോൺ വളരുന്നതാണ് ആളുകൾ കണ്ടത്. ഇതിന് ജെഫിനെ സഹായിച്ചതും രണ്ടാം അച്ഛൻ്റെ ആദ്യകാല നിക്ഷേപമായിരുന്നു. 16-ാം വയസ്സിൽ ക്യൂബയിൽ നിന്ന് US-ലെത്തിയ പിതാവിൻ്റെ നിശ്ചയദാർഢ്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കാരണമായതെന്നും ബെസോസ് പറയാറുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദങ്ങൾ നേടിയിട്ടുണ്ട് ബെസോസ്. 1986, 1994 കാലഘട്ടങ്ങളിൽ വാൾ സ്ട്രീറ്റിൽ വിവിധ ജോലികൾ ചെയ്തിരുന്നു. 1994-ലാണ് അദ്ദേഹം ആമസോണിന് തുടക്കമിടുന്നത്. ന്യൂയോർക്കിൽ നിന്നും സിയാറ്റിലേക്കുള്ള ഒരു റോഡ് യാത്രക്കിടയിലാണ് ആമസോൺ എന്ന ആശയം ബെസോസിന്റെ മനസ്സിലുദിച്ചത്. പുസ്തകങ്ങൾ ഓൺലൈനായി വിൽക്കുന്ന സംരംഭമായിരുന്നു ആദ്യകാലത്ത് ആമസോൺ. പിന്നീട് ഘട്ടം ഘട്ടമായി മറ്റു വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനമായി മാറി. ഭാര്യയായ മെക്കൻസിയും അന്ന് ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് ബഹിരാകാശത്തോളം എത്തി നിൽക്കുകയാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാ ഓൺലൈൻ ഷോപ്പുകളും ജെഫിൻ്റെ ആമസോൺ മാതൃകയോട് കടപ്പെട്ടിരിക്കുന്നു. ക്ലൗഡ് സേവനങ്ങളിൽ സ്വന്തം വഴി അവതരിപ്പിച്ച് മൈക്രോസോഫ്റ്റും ഗൂഗിളും അടങ്ങിയ വമ്പന്മാരെ ഞെട്ടിച്ചതിന് പിന്നിൽ ബെസോസിന്റെ ബുദ്ധിയാണ്. ഇപ്പോൾ നാസയോടും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനോടും മത്സരിച്ചുകൊണ്ട് ബഹിരാകാശ യാത്രയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി. കൂടാതെ ഡിജിറ്റൽ സ്ട്രീമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലും ആമസോൺ പ്രവർത്തിക്കുന്നുണ്ട്. ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് എന്നിവയ്ക്കൊപ്പം അമേരിക്കയിലെ മുൻനിര IT കമ്പനികളിൽ ഒന്നാണ് ആമസോൺ. ഓട്ടോണമസ് വെഹിക്കിൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയായ കുയിപ്പർ സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ആസ്ഥാനമായ ആമസോൺ ലാബ് 126, വ്യോമയാന ബഹിരാകാശ യാത്രാ ഗവേഷണ സ്ഥാപനമായ ബ്ലൂ ഒറിജിൻ എന്നിവയും ബെസോസിന്റെ വാണിജ്യ ശൃംഖലയിലെ കണ്ണികളാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പത്രവും ബെസോസിൻ്റെതാണ്. 2013-ലാണ് വാഷിംഗ്ടൺ പോസ്റ്റിനെ ഇദ്ദേഹം സ്വന്തമാകുന്നത്. ഇപ്പോൾ ആമസോണിൽ നിന്ന് ഒഴിഞ്ഞ് ബെസോസിന്റെ എല്ലാ ശ്രദ്ധയും ബഹിരാകാശ യാത്രകളിലാണ്. ബ്ലൂ ഒറിജിനും ആമസോണും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ ബ്ലൂ ഒറിജിന് എന്നെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ബ്ലൂ ഒറിജിൻ മാറിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ബ്ലൂ ഒറിജിൻ കമ്പനി വൈകാതെ തന്നെ ബഹിരാകാശ ടൂറിസം യാഥാർത്ഥ്യമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചന്ദ്രനിലെ മനുഷ്യ കോളനിയിലേക്ക് ചരക്ക് കയറ്റി അയക്കാനുള്ള പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് ബെസോസ്. ഇതിനായി ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിലെ പ്രദേശം പാർക്കിങ്ങിനായി പോലും കണ്ടുവച്ചു കഴിഞ്ഞു. ഒരു യാത്രയിൽ 10,000 പൗണ്ട്, ഏകദേശം 4,500 കിലോ ചരക്ക് വരെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലെത്തിക്കുകയാണ് ലക്ഷ്യം. ചന്ദ്രനിലെ ദക്ഷിണാർദ്ധഗോളത്തിലെ ഷാക്ലെറ്റൺ ക്രാറ്റർ എന്ന ഭാഗമാണ് റോക്കറ്റ് ഇറക്കാൻ കണ്ടുവച്ചിരിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യവും ജലാംശയും ഉപയോഗിച്ച് റോക്കറ്റ് ഇന്ധനമായ ഹൈഡ്രജൻ നിർമ്മിക്കാമെന്നതുമാണ് ഈ പ്രദേശം പാർക്കിംഗ് സ്പോട്ടായി കണ്ടെത്തിയതിന് പിന്നിൽ. ഇതെല്ലാം നടക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ അദ്ദേഹം പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് പുതിയ വിവാഹവും.